Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ആരംഭിച്ചു. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തിയറി പേപ്പറാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ പാർട്ട് എയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, സബ്ജക്റ്റ് തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, കോർപ്പറേറ്റ് ഗവേണൻസിന് ആ ഒരു കൺസെപ്റ്റ് റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ ഗ്രീൻ ഗവേണൻസ് എന്താണ്, മറ്റൊരു റിപ്പീറ്റ് ചോദ്യം, നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് ഡിറക്ടേഴ്സിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഡിറക്ടേഴ്സ്, അതിലേതെങ്കിലും ഒരു ഡയറക്ടർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. റിപ്പീറ്റ് ആയിട്ട് വരാറ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ റിപ്പീറ്റ് ആണ്, ഇൻഡിപെൻഡൻറ്റ്. അതുപോലെ തന്നെ വിമൺ ഡയറക്ടേഴ്സ് റിപ്പീറ്റ് ആണ്. ദെൻ ഡയറക്ടേഴ്സിൻ്റെ തന്നെ പവേഴ്സ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡയറക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നെക്സ്റ്റ് നമുക്ക് എത്തിക്സ് ഏരിയയിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ബിസിനസ് എത്തിക്സ് എന്താണ് എന്നുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് വർക്ക് എത്തിക്സ്. വർക്ക് എത്തിക്സ് എന്താണ്, വർക്ക് എത്തിക്സ് എന്നുള്ളത് ചോദിക്കാറുണ്ട്, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ് പഠിക്കണം. അതുപോലെ തന്നെ കോഡ് ഓഫ് എത്തിക്സ്, ഇതൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, ചോദിക്കാറുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് കൾച്ചറൽ ഡിവേഴ്സിറ്റി എന്താണ്, കൾച്ചറൽ ഡിവേഴ്സിറ്റി എന്താണ്, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് നോളേജ് മാനേജ്മെൻറ്റ് എന്താണ്, നോളേജ് മാനേജ്മെൻറ്റ് എന്താണ്, നിർബന്ധമായും പഠിക്കുക. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോളേജ് വർക്കേഴ്സ്, ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോളേജ് വർക്കേഴ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ഓഡിറ്റ് എന്താണ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിലേതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ്. ഓഡിറ്റ് എന്താണ്, ടൈപ്സിൽ എസ്പെഷ്യലി കൂടുതൽ കണ്ടുവരുന്നത് സോഷ്യൽ ഓഡിറ്റ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കാം. സോഷ്യൽ ഓഡിറ്റ് റിപ്പീറ്റാണ് ക്വസ്റ്റ്യൻ. ദെൻ റിപ്പീറ്റ് ക്വസ്റ്റ്യനിൽ മറ്റൊരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് വിസിൽ ബ്ലോയിങ്. വിസിൽ ബ്ലോയിങ് നിർബന്ധമായും പഠിക്കണം കേട്ടോ. വിസിൽ ബ്ലോയിങ് എന്താണ്. അതുപോലെ തന്നെ വിൻഡോ ഡ്രസ്സിങ് എന്താണ്, വിൻഡോ ഡ്രസ്സിങ് എന്താണ്. ദെൻ ക്ലാസ് ആക്ഷൻ എന്താണ്, ഇതൊക്കെ നോക്കേണ്ടതാണ്, മാറി മാറി വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് കോർപ്പറേറ്റ് എക്സലൻസ് എന്താണ്, എക്സലൻസ് എന്താണ്, മറ്റൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ക്ലോസ് 49 കൺസെപ്റ്റ്, അത് എസ്സേക്കും അതുപോലെ തന്നെ 3 വെയിറ്റേജിനൊക്കെ വരുന്നതാണ്. ക്ലോസ് 49ൻ്റെ കൺസെപ്റ്റ് നോക്കണം. ദെൻ നെക്സ്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസിൽ തന്നെ അതിനെ റിലേറ്റ് ചെയ്തുള്ള പൊളിറ്റിക്കൽ തിയറിയുടെ കൺസെപ്റ്റ്, പൊളിറ്റിക്കൽ തിയറി ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്, ഗവേണൻസ് നോക്കുക കൺസെപ്റ്റ്. ദെൻ നെക്സ്റ്റ് IFRS എന്താണ്, അതിൻ്റെ യൂസസ്, IFRS എന്താണ്, അതിൻ്റെ
യൂസസ് നോക്കിയിരിക്കണം, റിപ്പീറ്റ് ആണ്. പിന്നെ കമ്മിറ്റിയിൽ പലതരത്തിലുള്ള കമ്മിറ്റി ഉണ്ട്. റെമ്യൂണറേഷൻ കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റി, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. കമ്മിറ്റിയിൽ ഓഡിറ്റ് കമ്മിറ്റി നോക്കണം നിർബന്ധമായും. അതുപോലെ തന്നെ റെമ്യൂണറേഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ റെമ്യൂണറേഷൻ കമ്മിറ്റി, അങ്ങനെ കമ്മിറ്റിയിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം, നോക്കിയിരിക്കുക. റെമ്യൂണറേഷൻ കമ്മിറ്റി ഉണ്ട്. ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ചോദ്യം. അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനി, കൺസെപ്റ്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി, മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ കാര്യം. അതിൽ റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ പർപ്പസ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്. പർപ്പസ് ഓഫ് റെമ്യൂണറേഷൻ കമ്മിറ്റി. ദെൻ മറ്റൊരു ചോദ്യം, എന്താണ് SOX, നിർബന്ധമായി നോക്കുക. അതുപോലെ തന്നെ പർപ്പസ് ഓഫ് NCLT എന്താണ്, അതിൻ്റെ പർപ്പസ് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റിയിട്ട് കൺസെപ്റ്റ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്, അതിൽ ഡിറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സും കൺസെപ്റ്റ് ഉണ്ട്, ആൻഡ് ഇൻഡിറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സും. ഡിറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, നോക്കി വയ്ക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കുന്നത് 7 ചോദ്യങ്ങളിൽ 7 എണ്ണമാണ്, അതിൽ 3 എണ്ണം. സോ ഇങ്ങനെ 2 വെയിറ്റേജിൻ്റെ നമുക്ക് 7 ചോദ്യങ്ങളാണ് വരിക. അതിൽ 4 എണ്ണം എഴുതിയാൽ മതി. സോ 4 എണ്ണം മിക്കതും സിമ്പിളായിട്ടുള്ള വരാറുണ്ട്, 3 എണ്ണം റിപ്പീറ്റ് അല്ലാണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ 4 എണ്ണം കിട്ടാനധികം പാടുണ്ടാവില്ല. മിക്കതും ഞാൻ ഈ പറഞ്ഞ ഏരിയാസിൽ നിന്ന് നമുക്കൊരു 4 ചോദ്യങ്ങൾ കിട്ടും. ഓക്കെ, സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജിലെ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ് കേട്ടോ. ഓക്കെ, സോ ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.